വിശദമായ വാർത്തകളിലേക്ക്. SDPI തീവ്രവാദികൾ കൊലപ്പെടുത്തിയ അഭിമന്യുവിന്റെ മൃതദേഹം ഇടുക്കി കോട്ടക്കമ്പൂരിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കണ്ണീരോടെയാണ് നാട് അഭിമന്യുവിന് വിട നൽകിയത്. മഹാരാജാസ് കൊലപാതകത്തിലെ പ്രതികൾ വന്നതെന്ന് സംശയിക്കുന്ന 9 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിയ സഹപാഠിയുടെ ചേതനയറ്റ ശരീരം മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വികാരനിർഭരമായ യാത്രയയപ്പാണ് നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 SDPI കാർ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കാമ്പസിൽ കടന്നുകയറിയ SDPI കാർ ആക്രമണം അഴിച്ചുവിട്ടത്. പുതിയ അധ്യയന വർഷാരംഭവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ പതിക്കുകയായിരുന്ന SFI പ്രവർത്തകരെ മാരകായുധങ്ങളുമായി ഇവർ ആക്രമിക്കുകയായിരുന്നു. 3 പേർക്ക് കുത്തേറ്റു. ഇടുക്കി വട്ടവട സ്വദേശിയും 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയുമായ അഭിമന്യുവാണ് കൊല്ലപ്പെട്ടത്. 20 വയസ്സായിരുന്നു പ്രായം. അക്രമികളിൽ ഒരാൾ അഭിമന്യുവിന് പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി മറ്റൊരാൾ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയായിരുന്നു. സംഭവസ്ഥലത്ത് തന്നെ അഭിമന്യു മരിച്ചു വീണു. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമാണ് അഭിമന്യു. SFI പ്രവർത്തകരായ അർജുൻ കൃഷ്ണ, വിനീത് എന്നിവർക്കും കുത്തേറ്റു. ഇതിൽ അർജുൻ കൃഷ്ണയുടെ നില ഗുരുതരമാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അർജുനെ രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പുറത്തുനിന്നുള്ള 20ഓളം പേർ വരുന്ന SDPI സംഘമാണ് കാമ്പസിനുള്ളിൽ കയറി ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോട്ടോജി നടക്കാനുള്ളവർ, അതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസിന് പുറത്തുള്ളവരും ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ പണി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. സംഘത്തിലെ 3 പേരെ നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. കോട്ടയം സ്വദേശി ബിലാൽ, ഫോർട്ട് കൊച്ചി സ്വദേശി റിയാസ്, പത്തനംതിട്ട സ്വദേശി ഫറൂഖ് എന്നിവരാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശമായി ഇടുക്കി വട്ടവടയിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1 മണിക്കൂറോളം മൃതദേഹം മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് നാട്ടുകാരും അഭിമന്യുവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. പ്രിയ സഹപാഠിയുടെ ചേതനയേറ്റ ശരീരം കണ്ട് സഹപാഠികൾ വിങ്ങിപ്പൊട്ടി. അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട് താങ്ങാനായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിമന്യുവിന്റെ കൊലപാതകം അത്യന്തം അപലപനീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊലപാതകം വളരെ ആസൂത്രിതമായിട്ടാണ് നടത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. ക്യാമ്പസിന് പുറത്തുനിന്നെത്തിയ തീവ്രവാദ സ്വഭാവമുള്ളവരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയതെന്നും തീവ്രവാദത്തിനെതിരെ മതനിരപേക്ഷ സമൂഹം ജാഗ്രതയോടെ അണിനിരക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഹോസ്റ്റലിനകത്ത് ഇതുപോലൊരു സംഭവം ഇതിനു മുൻപ് എവിടെയും നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമാണെന്നാണ് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നത്. ആ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായ നടപടി തന്നെ അക്കാര്യത്തിൽ സ്വീകരിക്കും. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി തെരഞ്ഞെടുത്ത 74 ആദിവാസി യുവതി യുവാക്കൾ ഇനി കേരള പോലീസിന്റെ ഭാഗം. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്രയധികം ആദിവാസികളെ ഒരുമിച്ച് പോലീസ് സേനയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമിക്കുന്നത്. അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച സാമൂഹ്യദ്രോഹികൾ തല്ലിക്കൊന്ന മധുവിന്റെ സഹോദരി ചന്ദ്രിക അടക്കമുള്ളവർ മുഖ്യമന്ത്രിയിൽ നിന്ന് നിയമന ഉത്തരവ് ഇന്ന് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കാടിന്റെ മക്കൾ കാക്കയണിഞ്ഞപ്പോൾ അത് ചരിത്രത്തോടുള്ള ഒരു മധുരമായ പ്രതികാരം വീട്ടലായി. കാലവും സമൂഹവും ഇക്കാലമത്രയും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയവരുടെ പ്രതിനിധികൾ ഇനി ക്രമസമാധാന പാലനത്തിന്റെ പുതുവഴിയിൽ. 74 അഭ്യസ്തവിദ്യരായ ആദിവാസി യുവതീ യുവാക്കളാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി കേരള പോലീസിലേക്ക് പ്രവേശിച്ചത്. ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുട്ടിയിൽ സാമൂഹ്യദ്രോഹികൾ തല്ലിക്കൊന്ന മധുവിന്റെ സഹോദരി ചന്ദ്രികയ്ക്ക് നിയമന പത്രിക മുഖ്യമന്ത്രി കൈമാറിയപ്പോൾ അവർ പിണറായിയുടെ കാൽ തൊട്ടുവണങ്ങി. തനിക്ക് ജോലി ലഭിക്കുന്നതിന് കാരണക്കാരായ സർക്കാരിനോട് അകമഴിഞ്ഞ നന്ദിയുണ്ടെന്ന് ചന്ദ്രിക മാധ്യമങ്ങളോട് പറഞ്ഞു. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ സർക്കാരിനോട് ഈ ജോലി തന്നതിൽ നന്ദി പറയുന്നുണ്ട്. ഏട്ടൻ്റെ ഓർമ്മകളുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഞാനിത് ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി അവരെ ഓരോ ഇതിലും എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾ. പട്ടികവർഗത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ഇനിയും സർക്കാരിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി തിരഞ്ഞെടുക്കുമെന്നും സംസ്ഥാനത്തിന്റെ വനമേഖലയിൽ പിടിമുറുക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ നേരിടുന്നതിന് ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ഉപകരിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള പോലീസിന്റെ ട്രൈബൽ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ നടപടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 74-ൽ ഇത് അവസാനിക്കാനല്ല പോകുന്നത്. ഈ പ്രക്രിയ തുടരും. ഇനിയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം നടക്കും.
പരമ്പരാഗത ചടങ്ങുകൾക്കൊപ്പം അതിഥികൾക്ക് അമ്പും വില്ലും നൽകിയാണ് സ്വീകരിച്ചത്. നാടൻ പാട്ടടക്കമുള്ള പരിപാടികൾ ചടങ്ങിന് കൊഴുപ്പ് കൂട്ടി. ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് മധുവിന്റെ സഹോദരി ചന്ദ്രികയെ അടുത്തു വിളിച്ച് കുശലം പറയാനും മുഖ്യമന്ത്രി തുനിഞ്ഞു. ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഭൂമിയും വീടും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നൽകുമെന്ന് പട്ടികവർഗ മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചു. ആദിവാസി ജനവിഭാഗങ്ങളിൽ നിന്ന് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായത് നികത്തുന്നതിനാണ് സർക്കാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി 74 ആദിവാസികൾക്ക് ജോലി നൽകിയത്. DGP ലോക്നാഥ് ബെഹ്റ, അനിൽകാന്ത്, മനോജ് എബ്രഹാം, ഷഫീൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുടരുന്നു. മാധ്യമങ്ങൾക്കെതിരായ കോബ്ര പോസ്റ്റിന്റെ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യാൻ എത്ര മലയാള മാധ്യമങ്ങൾ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിന് നേരെ മലയാള മാധ്യമങ്ങൾ കണ്ണും കാതും അടച്ചുവെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തങ്ങളുടെ കാശ് ലഭിച്ചാൽ തങ്ങളെ എതിർക്കുന്നവരെ എങ്ങനെയെല്ലാം അധിക്ഷേപിക്കണം എന്നതും ഈ കൂട്ടത്തിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ മാധ്യമരംഗത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മുടെ കണ്ണും കാതും നാക്കും എല്ലാം പ്രവർത്തനക്ഷമമല്ലാതായിപ്പോയി. എത്ര മാധ്യമങ്ങൾക്ക് ആ കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞു? വൈകുന്നേരം വലിയ ചർച്ച നടത്തുന്നവരാണല്ലോ നമ്മൾ. ആർക്കൊക്കെ അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ കഴിഞ്ഞു? എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? ആരുടെ താല്പര്യമായിരുന്നു സംരക്ഷിച്ചത്? ഈ നാട്ടിൽ നിർഭയമായ പത്രപ്രവർത്തനം നടത്തണം എന്നാണെങ്കിൽ അതിനെതിരെ നടന്നൊരു കാര്യം അത് തുറന്നു കാണിക്കുന്നതിനും നിശിതമായ വിമർശനം അതിനെതിരെ ഉയർത്തുന്നതിനും ആരെ ശങ്കിച്ചു നിൽക്കണം? അവിടെയാണ് ഈ പറഞ്ഞ കാര്യം പ്രധാനമായി വരുന്നത്. പത്രസ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ഈ ഉടമകളുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് നടക്കുന്നത്. അവരുടെ താല്പര്യമാണ് പ്രകടമായി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായി നല്ലതുപോലെ വിളിച്ചു പറയാൻ പറ്റുന്നവരുണ്ടാവും. അത് ആ പറയുന്നയാളുടെ കരുത്ത് കൊണ്ടല്ല, പിന്നിൽ നിൽക്കുന്ന ഈ ഉടമയുടെ താല്പര്യം അതിനനുസൃതമാണ് എന്തുകൊണ്ടാണ് അത് പറയാൻ കഴിയുന്നത്. ഇതും കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൗദിയിൽ മലയാളി യുവതി ദുരിതത്തിൽ. സൗദിയിൽ വീട്ടുജോലിക്കെത്തിയ കൊല്ലം സ്വദേശിനിയായ യുവതിയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ ദുരിതത്തിൽ കഴിയുന്നത്. എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് അസുഖം കൂടുതലാണ്, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ജോലി ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കും, വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ആദ്യം ഇതുപോലെ ഇവിടെ എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഇരുമ്പ് കഥകൾ പിടിച്ച് തള്ള പിടിച്ച് ഞെരുക്കുമ്പോഴും ഇളയ മോനും കൂടെ വന്ന് വടി കൊണ്ട് എന്റെ തലയ്ക്കടിച്ച്, പിന്നെ ചെറുപ്പത്തേക്കൊക്കെ പിന്നീടുള്ള ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്രയും ഉപദ്രവിച്ച് ഡെയിലി ഉപദ്രവിച്ച് നമുക്ക് തിരിച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴേക്കും ആ മക്കള് അപ്പുറത്തെ താമസിക്കുന്ന പോലീസുകാരൻ മോൻ വന്നിട്ട് നീന്റെ തള്ളയെ അടിച്ചെന്ന് ചോദിച്ച് എന്നെ ഉപദ്രവിച്ചു. ഡെയിലി ഉപദ്രവമാണ്. എനിക്ക് ഒന്നും പറയാൻ ആരുമില്ല, ആരോടും പറയാനൊന്നുമില്ല. പത്താക്ക വാങ്ങിച്ചെടുത്തില്ല. എന്നെ എങ്ങനെങ്കിലും മലയാളികളും എന്നെ ഈ ഭവനത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. അത്രയും സങ്കടത്തിലാണ് ഞാൻ. ദിലീപിനെ തിരിച്ചെടുത്ത നടപടി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കാണിച്ച് WCCക്ക് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു കത്ത് നൽകി. രേവതി, പത്മപ്രിയ, പാർവതി എന്നീ നടിമാർ അമ്മ നേതൃത്വത്തിന് നൽകിയ കത്ത് നൽകിയ സാഹചര്യത്തിലാണ് നടപടി. നടിമാർക്ക് കൂടി സൗകര്യപ്രദമായ ഉചിതമായ തീയതി യോഗത്തിനായി നിശ്ചയിക്കാമെന്നും കത്തിലുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ കമലിനെതിരെ മുതിർന്ന അഭിനേതാക്കൾ രംഗത്ത്. മധു, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, ജനാർദ്ദനൻ എന്നിവർ കമലിനെതിരെ സിനിമാ മന്ത്രി AK ബാലനെ പ്രതിഷേധം അറിയിച്ചു. അമ്മയുടെ കൈനീട്ടം വാങ്ങുന്നതിനെ പരിഹസിച്ച കമലിന്റെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം. ഔദാര്യത്തിനായി കൈനീട്ടി നിൽക്കുന്നവരെന്നായിരുന്നു കമലിന്റെ പരാമർശം. കൈനീട്ടം ഔദാര്യമല്ല, സ്നേഹസ്പർശമെന്ന് അഭിനേതാക്കൾ മന്ത്രിയെ അറിയിച്ചു. അവകാശത്തെ ഔദാര്യമായി കാണുന്നയാൾ അക്കാദമി തലപ്പത്തിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി മലയാള സിനിമയിൽ അഭിനേതാക്കളായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. തുകയുടെ വലിപ്പത്തേക്കാൾ അത് നൽകുന്നതിൽ നിറയുന്ന സന്തോഷവും സ്നേഹവും കരുതലുമാണ് ഞങ്ങൾക്ക് കരുത്തും തണലുമാകുന്നതെന്ന് അവർ വ്യക്തമാക്കി. ദിലീപിനെ തിരിച്ചെടുത്തത് ശരിയായില്ലെന്ന് കൈതപ്രം. അമ്മ നിൽക്കേണ്ടിയിരുന്നത് നടിക്കൊപ്പമെന്നും കൈതപ്രം. ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്കെതിരായ ലൈംഗികാരോപണത്തിൽ
FIR രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് 4 വൈദികർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം യുവതി എഴുതി നൽകിയ സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങളും പുറത്തുവന്നു. ജലന്ധർ ബിഷപ്പിന്റെ പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്ത്. സഭാ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആലഞ്ചേരിക്ക് പരാതി നൽകിയപ്പോൾ അദ്ദേഹം സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെന്നും പരാതിക്കാരിയുടെ മൊഴിയിലുണ്ട്. അതേസമയം പരാതിക്കാരിയായ കന്യാസ്ത്രീക്കെതിരെ ജനറൽ കൗൺസിലർ. ലോക്പാൽ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാന്റെ നിയമനം സംബന്ധിച്ച റിപ്പോർട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലോക്പാൽ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിയെക്കുറിച്ചും സമയത്തെക്കുറിച്ചും 10 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാനും കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെട്ടു. കേസ് ഈ മാസം 17-ന് വീണ്ടും പരിഗണിക്കും. കെവിൻ കൊല്ലപ്പെടാൻ കാരണമായത് ഗാന്ധിനഗർ SI MS ഷിബുവിന്റെ ഗുരുതര ലംഘനമെന്ന് ഏറ്റുമാനൂർ കോടതി. നീനുവിനെ കാണാനില്ല എന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്ന SI പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പരാതി ലഭിച്ചയുടൻ നീനുവിനെ കണ്ടെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാതിരുന്നത് ഗുരുതര നിയമലംഘനമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നീനുവിനെ 25-ാം തീയതി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്നും ചാക്കോയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.